ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാരായണീയം ദശകം 69 രാസക്രീഡ. നമ്മൾ ഗോപികമാരുടെ നൃത്തമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. ഭഗവാനുമായി നൃത്തം ചെയ്തു. അപ്പോൾ അവരുടെ മുടി അഴിഞ്ഞു പോയതോ മുലക്കച്ച മാറിപ്പോയതോ ഒന്നും അറിയാതെ അവർ ആ ലഹരിയിൽ അങ്ങനെ തന്നെ വാദ്യവും പാട്ടും നിലച്ചിട്ടും നൃത്തം നിർത്തിയില്ല. അത്രമാത്രം സുഹൃതം ഉണ്ടെന്ന് മനസ്സിലായപ്പം ഭഗവാൻ എന്തു വന്നു? രാസലീലയൊക്കെ മതിയാക്കിയിട്ട് ഭഗവാൻ പ്രേരിതനായി അവർക്ക് വേണ്ടി എത്ര സ്ത്രീകളുണ്ടോ അത്രയും തന്നെ രൂപം ധരിച്ച് അവരുമായി കാമക്രീഡാ മഹോത്സവവും കൊണ്ടാടി. അങ്ങനെ ഭഗവാൻ അങ്ങനെ തീരുമാനിച്ചു. അങ്ങോട്ട് പ്രേരിതനാവുക ചെയ്തത്. ഭക്തി അത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അല്പം കൂടെ കൊടുത്താൽ അവർ ഒന്നും കൂടെ തെളിയും എന്ന് ഭഗവാൻ മനസ്സിലായി. ഭക്തി വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് ഭഗവാൻ കണ്ടു. ആദ്യം അവർക്ക് എന്താ തോന്നിയത്? അല്പം അഹങ്കാരമായിരുന്നു നമ്മൾ ആദ്യം വായിച്ചപ്പോൾ. അങ്ങനെ ഭഗവാൻ അപ്രത്യക്ഷമായിട്ട് പിന്നെ ഇവരിങ്ങനെ നദീതീരത്തിരുന്ന് ഭഗവാനെ കണ്ടോ കണ്ടോ എല്ലാവരോടും ചോദിക്കുന്നു. വൃക്ഷങ്ങളോടും വള്ളികളോടും നദികളോടൊക്കെ ചോദിച്ച് അപ്പോൾ ഭഗവാന് മനസ്സിലായി ഇവർക്ക് ഭക്തി ഉണ്ട്. അങ്ങനെ ഭഗവാൻ തന്നെ അപ്രത്യക്ഷമായ ഭഗവാൻ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷമായി. അതിനുശേഷം ഭഗവാൻ മനസ്സിലാക്കി ഇവരെ ഒന്നും കൂടെ തെളിച്ചെടുക്കാം, ഭക്തി വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബ്രഹ്മാനന്ദാനുഭൂതിക്കുള്ള യോഗമുണ്ടെന്ന് ഭഗവാൻ ഉള്ളിൽ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഒരു ഭക്തനെ കാണുമ്പം ഭഗവാൻ അറിയാം. അങ്ങനെയുള്ളവരെ കൈവിട്ട് കളയത്തില്ല. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഈ ലോകത്ത് ഒരുപാട് മക്കളുണ്ട്. പല രീതിയിലാണ് ഭാഗവതം വായിച്ച് മനസ്സിലാക്കുന്നത്. അവർക്ക് ചിലരുടെ അഭിപ്രായങ്ങൾ കമൻസിൽ കൂടെ തന്നെ എനിക്കറിയാം. അങ്ങനെ ഉള്ളവരെ ഭഗവാൻ ഒന്നും കൂടെ തെളിക്കും, നന്നാക്കിയെടുക്കും. ആ കുട്ടിക്ക് ഇത്ര ഭക്തിയുണ്ട്, ഇനി ഇച്ചിരി കൂടെ കിട്ടിയാൽ അല്പം കൂടെ അവർ വളർന്നോളും ആത്മീയത്തിൽ എന്ന് ചിന്തിക്കാൻ അത് അവരുടെ യോഗമാണത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ കുട്ടികളോട് ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഒരു ഗോപസ്ത്രീക്ക് ഒരു കൃഷ്ണൻ എന്ന രീതിയിൽ അവിടെ ഭഗവാൻ അവർക്ക് ഒത്തുനിന്ന് മഹോത്സവം, ക്രീഡാ മഹോത്സവം കൊണ്ടാടുവാണിനി. ഭഗവാന്റെ രാസകേളി പ്രപഞ്ചത്തെ മുഴുവൻ സന്തോഷത്തിൻ്റെ സീമയിലെത്തിച്ചു. ആ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ആ ഗോപാങ്കനമാരുടെ ഒടുങ്ങാത്ത രാഗവും ഭക്തിയും കണ്ട് അവരെ കൂടുതൽ ആനന്ദിപ്പിക്കുന്നതിനായി ഒരു ഗോപിയയ്ക്ക് ഒരു കൃഷ്ണൻ എന്ന രീതിയിൽ എല്ലാവരെയും സന്തുഷ്ടരാക്കി. ഭഗവാന് അത്രത്തോളം സന്തോഷം അവരോടുണ്ടായി. ഭക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഭഗവാൻ ചിന്തിച്ചു, ഇവർക്ക് ഓരോ സ്ത്രീക്കും ഓരോ കൃഷ്ണൻ. ഭഗവാൻ വിചാരിക്കുമ്പോൾ എന്താ നടക്കാത്ത? ഭഗവാന്റെ മായ എങ്ങനെയല്ലേ? ഭഗവാന്റെ വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ എന്താ? എന്തും സാധിക്കാമല്ലോ, അസാധ്യവും സാധിക്കാം. അപ്പോൾ എന്തും ഒക്കുന്ന ഭഗവാന് ഓരോ ഗോപസ്ത്രീക്കും ഓരോ കൃഷ്ണൻ ആക്കി അവിടെ മുന്നിൽ വെച്ചു. അപ്പോൾ എന്തു വന്ന്? ഓരോ ഗോപിയയ്ക്കും തോന്നി കൃഷ്ണൻ എൻ്റേത് മാത്രമാണെന്ന്. എല്ലാവരുടെ അടുക്കലുണ്ട്. അപ്പോൾ അവരവർക്ക് തോന്നുന്നത് എന്താ? ഈ കൃഷ്ണൻ എൻ്റേത് മാത്രമാണ്, തന്നോടാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ തോന്നിക്കുക. ആരും തങ്ങളി പറയേണ്ട കാര്യമുണ്ട്. അവരവർ തന്നെ അങ്ങ് ചിന്തിക്കുക, എന്നോടാണ് ഇഷ്ടം എന്ന് എല്ലാവരും അവരവർ തന്നെ അങ്ങ് മനസ്സിലാക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ എൻ്റേത് മാത്രമാണ്, തന്നോടാണ് കൂടുതൽ ഇഷ്ടം. എല്ലാവർക്കും ഒരേ വികാരമായതിനാൽ ആർക്കും അതൃപ്തി ഉണ്ടായില്ല. എന്നുവെച്ചാൽ എല്ലാവർക്കും തൃപ്തിയായി. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടാനുസരണം ക്രീഡ ചെയ്യാനുള്ള അവസരം നൽകി. എങ്ങനെയാണ് ഭഗവാനും ഒരു ഗോപശ്രീയായിട്ട് എല്ലാവരുടെ അടുക്കലും ഉണ്ട് ഭഗവാൻ. അപ്പോൾ അവരവർക്ക് ഏത് ഇഷ്ടത്തിലാണ്. നമ്മളിവിടെ തിരുവാതിരയൊക്കെ കളിക്കുന്നത് വെച്ചാൽ എല്ലാവരുടെ ചേർന്ന് ഒരേ താളത്തിൽ ഒരേ പാട്ടിട്ടാണ് കളിക്കുന്നത്. ഇവിടെ ഒരു കൃഷ്ണനേ ഉള്ളു. അങ്ങനെയാണെങ്കിൽ ശരിയാ. ഇവിടെ ഓരോരുത്തർക്കും ഓരോ കൃഷ്ണനുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിന് എന്താ ഇഷ്ടം വെച്ചാൽ അത് ആണ് അവരുടെ ഓരോരുത്തരുടെയും കളികൾ. അങ്ങനെ അവസരം കൊടുത്തു ഭഗവാൻ. എന്താണ് ഇഷ്ടം വെച്ചാൽ അതുപോലെ. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 11. കാമിനീരിതി യാമിനീഷു ഖലു കാമനീയഗനിധേ ഭവാൻ പൂർണ്ണസമ്മതരസാർണവം കമപി യോഗി ഗമ്യം അനുഭാവയൻ ബ്രഹ്മശങ്കരമുഖാനഭീഹ പശുവാങ്കനാസു ബഹുമാനയൻ ഭക്തലോകഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹിമാം. കാമനീരിതി യാമിനീഷു ഖലു കാമനീയഗനിധേ ഭവാൻ
പൂർണ്ണസമ്മതരസാർണവം കമപി യോഗി ഗമ്യം അനുഭാവയൻ ബ്രഹ്മശങ്കരമുഖാനപീഹ പശുപാങ്കനാസു ബഹുമാനയൻ ഭക്തലോകഗമനീയ രൂപകമനീയ കൃഷ്ണ പരിപാഹിമാം. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ഭഗവാന് ഇഷ്ടാനുസരണമുള്ള ക്രീഡ അവരവർക്ക് വേണ്ടുന്ന രീതിയിൽ അവസരം കൊടുത്തു. അപ്പോൾ അവരെന്ത് ചെയ്ത് വിശേഷ ലീലകളാൽ ആകെ തളർച്ച ബാധിച്ചവരും അധികം ലാളിക്കപ്പെട്ടവരുമായ ആ സ്ത്രീ ജനങ്ങളുമായി ഭഗവാൻ കാളന്തീ ജലത്തിൽ കളിച്ച് രസിച്ച് തിമിർത്ത് ആഹ്ലാദിച്ച് ഭംഗിയിൽ ജലക്രീഡ നടത്തി സന്തോഷിച്ചു. മാത്രമല്ല കുളിർത്ത മന്ദമാരുതൻ വീശിയടിക്കുന്ന ആ കരയിൽ മോഹിനിമാരായ അവരെ ശരിക്കും മോഹിപ്പിക്കുമാറ് ഉലാത്തി. ഇങ്ങനെ ഭഗവാൻ ഗോപികമാരുമായി അതിശയകരമാം വിധം രതിക്രീഡ, വനക്രീഡ, ജലക്രീഡ എന്നീ 3 തരം ക്രീഡകൾ നടത്തി ആനന്ദിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ 11ാമത്തെ ശ്ലോകം നമ്മളിപ്പോൾ വായിച്ചത്. അതിൻ്റെ അർത്ഥം ആര് കണ്ടാലും ഭഗവാൻ ഇത്രമാത്രം അവർക്ക് രതിക്രീഡയും വനക്രീഡയും ജലക്രീഡ എല്ലാം നടത്തി 3 തരം ക്രീഡകൾ നടത്തി ആനന്ദിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് കാമിനീരതിഹി യാമിനീഷു ഖലു കാമനീയക നിധേ ഭവാൻ പൂർണ്ണസമ്മതരസാർണവം കമപി യോഗിഗമ്യ അനുഭാവയൻ ബ്രഹ്മശങ്കരമുഖാനഭീഹ പശുപാങ്കനാസു ബഹുമാനയൻ ഭക്തലോകഗമനീയ രൂപകമനീയ കൃഷ്ണ പരിപാഹിമ. എന്നുവെച്ചാൽ ആര് കണ്ടാലും കാമിക്കും, ആഗ്രഹിക്കും. ആര്യ ഭഗവാനി. ആര് കണ്ടാലും കാമിക്കത്തക്ക രൂപമുള്ളവനായ ശ്രീകൃഷ്ണൻ ത്രിലോകസുന്ദരനാണ്. 3 ലോകത്തിലും വെച്ച് ഭഗവാനെ പോലെ ആരുമില്ല. അത്ര സുന്ദരനാണ്, കമനീയ സുന്ദരനാണ്. 3 ലോകങ്ങളിലും കൃഷ്ണനോട് കിടപിടിക്കത്തക്ക സൗന്ദര്യമുള്ളവരാരും തന്നെ ഇല്ല. അതിനാലാണ് ഇവിടെ കമനീയ. കാരണം ഭക്തലോക ഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിവാഹിമ. അതുകൊണ്ട് കമനീയ എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത് ആ പ്രയോഗം. അപ്പം ഈ ത്രിലോകങ്ങളിൽ വെച്ച് ഭഗവാനെ പോലെ സൗന്ദര്യമുള്ളവരാരും തന്നെ ഇല്ല. അതുകൊണ്ടാണ് കമനീയ. സൗന്ദര്യസാര സർവസ്വമായ ഭഗവാനീ ഭട്ടതിരിപ്പാട് പറയുവാണ്. അങ്ങനെയുള്ള നാരായണ, കൃഷ്ണ, ഗുരുവായൂരപ്പ പരമയോഗികളായ ഭക്തജനങ്ങൾക്ക് മാത്രം എത്തിപ്പിടിക്കാവുന്ന എത്തിപ്പിടിക്കുന്നേ ഭഗവാനെ, നാരായണനെ, പരമാത്മാവിനെ. ആർക്ക് എത്തിപ്പിടിക്കാൻ പറ്റും? പരമയോഗികൾക്ക് മാത്രം. അങ്ങനെയുള്ള ഭക്തജനങ്ങൾക്കേ ഭഗവാനെ ഇത്രയും ആനന്ദത്തിൽ ആറാടാൻ, അതായത് ബ്രഹ്മാനന്ദാനുഭൂതി എത്തിപ്പിടിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള ഈ ഭഗവാനെ കൃഷ്ണ ഇവിടെ എന്ത് വന്നു? ഭഗവാനെ ഇപ്രകാരം ഏതാനും രാത്രികളിൽ ആ കാമനിമാരെ രമിപ്പിച്ചു കഴിഞ്ഞുകൊണ്ട് അവരെ പരമയോഗികൾക്ക് മാത്രം നേടാൻ കഴിയുന്ന അനിർവചനീയമായ ബ്രഹ്മാനന്ദാനുഭൂതിയിൽ എത്തിച്ചു. അപ്പോൾ പരമയോഗികൾക്ക് മാത്രമേ എത്തിപ്പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞേക്കുന്നു ഭട്ടതിരിപ്പാട്. എന്താണ് പരമയോഗികൾ? അനേക കാലം തപസ് ചെയ്ത് ധ്യാനിച്ച് ഭക്തി വർദ്ധിച്ച് ഭഗവാനെ എത്തിപ്പിടിച്ച് ബ്രഹ്മാനന്ദാനുഭൂതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരമയോഗികളുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് കിട്ടുന്ന ആ ഒരു അനുഭൂതി ഇവിടെ ഏതാനും രാത്രി കൊണ്ട് ഈ ഭഗവാൻ കൃഷ്ണൻ ഈ കുട്ടികളെ കാമനിമാരെ രമിപ്പിച്ചു. എന്താ രമിപ്പിക്കുക? ബ്രഹ്മാനന്ദാനുഭൂതി ലയിപ്പിച്ചു, പരമാത്മാവായിട്ട് ലയിച്ചു. അതാണ് ഇവിടെ രമിക്കുക എന്ന് പറയുന്നത്. അതായത് ആത്മാരാമൻ. രാമ എന്ന് പറയുന്നത് ഇരുട്ടനെ മാറ്റി പ്രകാശം ഉള്ളിലായി ഭഗവാനുമായിട്ട് രമിക്കുക. അതാണ് ആത്മാരാമൻ, ആത്മാവിൽ രമിക്കുന്നവൻ. അതുകൊണ്ടാണ് അതാ രാമമന്ത്രം പ്രാർത്ഥിക്കാൻ പറയുന്നത്. അതുകൊണ്ട് ഏതാനും രാത്രികളിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ദിവസേനുള്ള രാത്രി അല്ല ഇവിടെ ഉദ്ദേശിക്കേണ്ടത്. ഈ കുട്ടികളുടെ ഉള്ളിൽ എന്തെങ്കിലും അല്പം അഴുക്ക്, ഇരുട്ട്, അന്ധകാരം അതുണ്ടെങ്കിൽ ഈ ഭക്തി വർദ്ധിച്ചു കൊടുത്ത് ഭഗവാൻ ഓരോ സ്ത്രീകളിലും ഓരോ കൃഷ്ണനെ കൊടുത്ത് അവരെ ആനന്ദിപ്പിച്ച് ഭക്തി വർദ്ധിപ്പിച്ചു. അവരുടെ ഉള്ളിലെ രാത്രിയെ മാറ്റി, അന്ധകാരത്തെ മാറ്റി. എന്തിനു വേണ്ടിയാ? പരമയോഗികൾക്ക് മാത്രം കിട്ടുന്ന ആനന്ദാനുഭൂതി അനുഭവിക്കാൻ, അവിടെ ഉള്ളം പ്രകാശിക്കാൻ. ഉള്ളം പ്രകാശിച്ചെങ്കിലേ ആ ബ്രഹ്മാനന്ദാനുഭൂതി നമുക്ക് കൈവരത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഏതാനും രാത്രികളിൽ ആ കാമനിമാരെ രമിപ്പിച്ച് കഴിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ആ കുട്ടികളുടെ ഉള്ളിൽ പരമഭക്തി കൊണ്ട് അവിടെ എല്ലാ അഴുക്കും കഴുകിപ്പോയി. പ്രകാശം ഉണ്ടായി. അല്പമെങ്കിലും അഴുക്കിരുന്നാൽ പ്രകാശിക്കത്തില്ല. പ്രകാശം ഉണ്ടെങ്കിലേ ബ്രഹ്മാനന്ദാനുഭൂതി അനുഭവിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞേക്കുന്നത്. അല്ലാതെ പുറമേ അറിയാത്തവരത് വായിച്ചാൽ ഒന്നിനെ പറ്റിയും വിവരമില്ലാതെ എന്നുവെച്ചാൽ ആത്മജ്ഞാനത്തെ പറ്റി യാതൊരു അറിവില്ലാത്തൊരു കുട്ടി വായിച്ചാൽ ഇവിടെ ഏതാനും രാത്രി പോയി കളിച്ചോ കൃഷ്ണനും ഈ ഗോപികമാരുമായിട്ട് എന്ന് ചിന്തിക്കും. നദിയിലിറങ്ങി എങ്ങനെ ക്രീഡ ചെയ്യും രാത്രിയിൽ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പകൽ സമയമില്ലേ?
അപ്പോൾ എന്താണ് രാത്രി എന്ന് പറഞ്ഞേക്കുന്നത്? ഏതാനും രാത്രികളിൽ, അതായത് ഏതാനും എന്തെങ്കിലും കൂടെ അന്നത്തെ അഹങ്കാരം തന്നെ അന്ന് ഭഗവാൻ അപ്രത്യക്ഷമായി മാറ്റി. അവർക്ക് ഭക്തി വർദ്ധിച്ച് വന്നതുകൊണ്ട് ഭഗവാൻ വീണ്ടും അവരെ ഒരു കൃഷ്ണൻ ഒരു ഗോപികയ്ക്ക് എന്ന വണ്ണം അവരെ ആനന്ദിപ്പിച്ചു. ഇഷ്ടാനുസരണമുള്ള രീതിയിൽ അവരെ രമിപ്പിച്ചു. അവർക്കുള്ള ഇഷ്ടം പോലെ അവരെ ലീലയാടി. അപ്പം അതുകൊണ്ട് ഇവിടെ അവരുടെ ഉള്ളിലെ അഴുക്ക് അന്ധകാരം പോയി. അല്ലാതെ ഇവിടെ രാത്രി പോയി ജലത്തിൽ നദിയിൽ ക്രീഡ ചെയ്തെന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ അറിയാത്തൊരു വായിച്ചാൽ അങ്ങനെ ഇപ്പോൾ രാത്രിയും പകലും പോലുള്ള ഭഗവാനും അതാണ് അറിയാൻ പറ്റുന്ന ഭാഗവതം വായിച്ചിട്ട് 16,008 ഭാര്യമാരുണ്ടെന്ന് പറയുന്നത് പോലെ ഇരിക്കും ഇത്. അതുകൊണ്ട് ഇവിടെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇങ്ങനെയാണ് പറയാം. ഇവിടെ ഏതാനും രാത്രികളിൽ ഭഗവാൻ അവരെ കാമിനിമാരെ രമിപ്പിച്ചു കഴിഞ്ഞുകൊണ്ട് അവരെ പരമയോഗികൾക്ക് മാത്രം നേടാൻ കഴിയുന്ന അനിർവചനീയമായ ബ്രഹ്മാനന്ദാനുഭൂതിയിലെത്തിച്ചു. ആ ബ്രഹ്മാനന്ദാനുഭൂതി അറിയണമെങ്കിൽ അനുഭവിക്കണമെങ്കിൽ ഉള്ളിലെ അഴുക്ക് പോകണം, അന്ധകാരം മാറണം, ഇരുട്ടിനെ മാറ്റണം, അവിടെ പ്രകാശം വർദ്ധിക്കണം. അങ്ങനെ അത് പറ്റത്തുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടുന്നത് ഇവിടെ ഈ രാത്രി ഏതാനും രാത്രി എന്ന് പറയുന്നത് ഇവിടെ പാതിരാത്രിക്കൊന്നും ഭഗവാനും ഈ കുട്ടികളുമായിട്ട് ജലക്രീഡ കളിക്കാനൊന്നും നദിയിലെങ്ങും പോയിട്ടില്ല. അതിന് ഇവിടെ ഉദ്ദേശിക്കേണ്ടത് ഇങ്ങനെയാണ്. അത് ഞാനങ്ങ് എൻ്റെ ഉള്ളിലെ ഇരിപ്പതാണ്. അത് ഞാനങ്ങ് പറഞ്ഞു തന്നു. അല്ലെങ്കിൽ അറിയാത്തൊരു വായിക്കും, എന്നിട്ട് ചിന്തിക്കും, ഓ ഭഗവാൻ കൊള്ളാമല്ല ആള്, ഇത്രയും പിള്ളേരുമായിട്ട് ഇങ്ങനെ നദിയിൽ പോയി രാത്രി പോയി ക്രീഡ നടത്തി കളിച്ചില്ലെന്ന് പറയത്തില്ലേ? അതുകൊണ്ട് അതങ്ങനെയല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും. ഞാൻ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ, ഞാൻ മറ്റൊക്കെ ചിന്തിക്കത്തില്ല. ഇപ്പം ജനങ്ങൾ അറിവില്ലാത്തവരും ഭഗവാൻ ഇത്രയും ഭാര്യമാരുണ്ടെങ്കിൽ എനിക്കെന്താ 5-6 എന്ന് പറയുന്ന പുരുഷന്മാരെ പോലെ ഇരിക്കും ഇത് വായിച്ചങ്ങനെ എടുത്താൽ. അതുകൊണ്ട് ബ്രഹ്മാനന്ദാനുഭൂതി ആർക്കാണ് ലഭിക്കേണ്ടത്? പരമയോഗികൾക്ക്. ആ അനുഭവം ഇവിടെ ആർക്ക് കൊടുത്തു? അവരുടെ ഭക്തി കണ്ട് ഭഗവാൻ അങ്ങനെ അവർക്ക് പ്രേരിതനായി അങ്ങോട്ട് നിന്നു. എല്ലാവർക്കും ഓരോ സ്ത്രീക്കും ഒരു കൃഷ്ണൻ വീതം നിന്നു. അതുകൊണ്ട് ഇവരെ ഗോപാംഗനമാരുടെ മധുര ഭക്തിയെ ഭാവശില്പത്തിൽ കൂടി ഉണർത്തി. അതാണ് ഭഗവാൻ തന്നെ ഭാവന നടത്തി. ഭാവശില്പത്തിൽ, അതായത് ഭാവന കൊണ്ട് അവർക്കെല്ലാം ഓരോ കൃഷ്ണനെ രൂപമെടുത്തു. അതാ ഭഗവാന്റെ ഭാവനയാണ്. ഭഗവാൻ ഏകനാണ്, പക്ഷെ അവിടെ ഭഗവാന്റെ ഭാവന കൊണ്ട് ശരീരം കൊടുത്ത് ശില്പം. അതാണ് ഭാവശില്പത്തിൽ കൂടി ഉണർത്തി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പരമാത്മാവിന് ഭാവന ചെയ്യുമ്പോൾ തന്നെ ഗോപികളുടെ മുമ്പിൽ ഒരു കൃഷ്ണൻ വീതം വരും. അങ്ങനെ അവരെ ഉണർത്തി ജീവൻ മുക്ത അവസ്ഥയിൽ എത്തിച്ച, അങ്ങനെയാണ് ഭഗവാൻ ചെയ്തത്. ജീവൻ മുക്താവസ്ഥ കിട്ടണമെങ്കിൽ പരമയോഗികൾക്ക് മാത്രമേ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ബ്രഹ്മാനന്ദാനുഭൂതി അനുഭവിക്കാൻ പറ്റൂ. അതാണ് ജീവൻ മുക്തൻ. ഒരു സ്ത്രീയാണ് ജീവൻ മുക്ത, ഇവിടെ പുരുഷനാണെങ്കിൽ ജീവൻ മുക്തൻ. ഈ ഗോപസ്ത്രീകളെല്ലാം ആ ഒരു അനുഭൂതി, ആ ബ്രഹ്മാനന്ദാനുഭൂതി അവർ അവർ ആനന്ദിച്ചു. ആ ഒരു നിർവൃതിയിലേക്ക് അവരെ എത്തിച്ചു ഭഗവാൻ. ഭക്തജനങ്ങൾക്ക് മാത്രം മനസ്സിലാക്കാവുന്ന രൂപമുള്ള സുന്ദരാകൃതയെ കൃഷ്ണ അവിടെ പറഞ്ഞ ഭട്ടതിരിപ്പാട് മനസ്സിലാക്കും. ഭട്ടതിരിപ്പാട് സത്യത്തെ മനസ്സിലാക്കി തന്നെയാണ് അവിടെ എഴുതിയേക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ രാത്രി എന്ന് പറയുന്നത് ഇരുളിനെ മാറ്റുകയാണെന്ന്. ഭക്തജനങ്ങൾക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റും രൂപമുള്ള സുന്ദരാകൃതി കൃഷ്ണ എന്ന്. കാരണം എന്താ? ഒരു ഭക്തനറിയാം ഭഗവാന് പരമാത്മാവിന് രൂപമില്ല, എന്നാലിവിടെ പരമാത്മാവ് രൂപമെടുത്തതാണെന്ന് നമുക്ക് ഒരു ഭക്തന് മനസ്സിലാവും. അതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് മാത്രം മനസ്സിലാക്കാവുന്ന രൂപമുള്ള സുന്ദരാകൃതി കൃഷ്ണ, അങ്ങ് എൻ്റെ രോഗം ശമിപ്പിച്ച് എന്നെ രക്ഷിക്കണമേ, എനിക്കും ആനന്ദം അനുഭവിക്കണം നാരായണ എന്ന് നമ്മൾ ഓരോരുത്തരും പറയണം. എൻ്റെ ദുഃഖം മാറ്റണം, എൻ്റെ ശരീരത്തിൻ്റെ സുഖം ഉണ്ടാക്കണം, എൻ്റെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കണം, എനിക്കും പരമാത്മാവിൽ ലയിക്കണം. ഈ ഗോപസ്ത്രീകൾ എങ്ങനെ ബ്രഹ്മാനന്ദാനുഭവം എടുത്തു നമുക്കും കിട്ടണമെന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്കും വരും. ഇവിടെ ഭട്ടതിരിപ്പാടും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ കൃഷ്ണ സുന്ദരാകൃതേ, ഇത് ഭക്തജനങ്ങൾ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കൂ. രൂപമുള്ള ഭഗവാനാണോ? യഥാർത്ഥത്തിൽ ഈശ്വരൻ പരമാത്മ രൂപമുണ്ടോ? എന്നാൽ ഈ കാണുന്ന നമ്മൾ ദൃഷ്ടിഗോചരമായി, കാരണം നമ്മൾ കാണുന്ന ലോകത്തിലുള്ള സർവ്വതും പരമാത്മാവിൻ്റെ കൊച്ചു അംശങ്ങളല്ലേ. അതുകൊണ്ട് നാനാത്വമുണ്ട് ലോകത്ത് പരമാത്മാവിന്. എന്നാൽ യഥാർത്ഥത്തിൽ പരമാത്മാവിന് രൂപമുണ്ടോ? എന്നാൽ കൃഷ്ണൻ രൂപമെടുത്ത് വന്നതാണെന്ന് ഭക്തന്മാർക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഭക്തജനങ്ങൾക്ക് മാത്രം മനസ്സിലാക്കാവുന്ന രൂപമുള്ള സുന്ദരാകൃതേ കൃഷ്ണ, അങ്ങ് എൻ്റെ രോഗത്തെ, എൻ്റെ വിഷമത്തെ, എൻ്റെ ദുഃഖത്തെ ശമിപ്പിച്ച് എന്നെ രക്ഷിക്കണമേ എന്ന് നമ്മളെല്ലാവരും പറയണം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.